A+ട്യൂബിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഭൂമി തരം മാറ്റം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കേരളത്തിൽ നിലവിൽ വന്നതിനു ശേഷം ഇതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ നല്ലൊരു പക്ഷം ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് കയ്യും കണക്കുമില്ല. നെൽവയൽ നികത്തി കിട്ടുന്നതിന് വേണ്ടി അഥവാ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി നൽകുന്ന വിവിധ തരം അപേക്ഷകൾ ഉണ്ട്. ജനങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് അവർ ശിക്ഷ അനുഭവിക്കുന്ന പല മേഖലകളിൽ ഒന്നായി ഭൂമി തരം മാറ്റവും മാറിയിരുന്നു. അതായത് ഒരു സ്ഥലത്ത് നെൽവയൽ ഉണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അതെല്ലാം തന്നെ ഡേറ്റാ ബാങ്കിൽ ചേർത്തതോടു കൂടിയാണ് ഈ പരാതികൾ വന്നു കൂടാൻ തുടങ്ങിയത്. ഈ രേഖകൾ എന്ന് പറയുമ്പോൾ അതാത് ആളുകളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികൾ റവന്യൂ റെക്കോർഡ്സിൽ നിലം എന്നോ വയൽ എന്നോ ചേർത്തത് കാരണം ആളുകൾ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മുമ്പുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ക്രമക്കേട് ഇപ്പോൾ സംസ്ഥാന വിജിലൻസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളും ഏജൻസികളും ഇടപെട്ട് ഭൂമി തരം മാറ്റ അപേക്ഷകളിൽ RDO ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നതായിട്ടാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. വിജിലൻസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിലാണ് റവന്യൂ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഈ ക്രമക്കേടുകളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തിയ വിവരങ്ങൾ എല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വൻ അഴിമതിയുടെ കഥയാണ് നമ്മളോട് പറയുന്നത്. 1.5 വർഷം മുമ്പ് വിജിലൻസ് ഇത് കണ്ടെത്തിയതാണ്. പക്ഷേ വിജിലൻസ് നൽകിയ ഈ റിപ്പോർട്ടും മറ്റ് നടപടികൾ ഒന്നും ആകാത്തതുപോലെ ഇതും കോൾഡ് സ്റ്റോറേജിൽ വന്നപ്പോൾ ഇതേ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കുന്നതായിട്ട് വിജിലൻസ് കണ്ടെത്തിയത്. അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിക്കുന്നത് വഴി ക്രമക്കേടുകൾ തടയാം എന്നുള്ള സർക്കാരിൻ്റെ ഒരു നിലപാട് ഉണ്ടായിരുന്നു. ആ ശ്ലാഘനീയ നിലപാട് പോലും അട്ടിമറിക്കപ്പെട്ടു. കാരണം മുൻഗണനകൾ തെറ്റിച്ചുകൊണ്ടും ചട്ടം ലംഘിച്ചുകൊണ്ടും ഭൂമി തരം മാറ്റ അപേക്ഷകൾ തീർപ്പാക്കുന്നു എന്നാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ളത്. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളതും 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്തിട്ടുള്ളതുമായ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി തരം മാറ്റി നൽകുന്നതിൻ്റെ പേരിൽ ക്രമക്കേടുകൾ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് പല ആളുകളും രഹസ്യമായി തന്നെ സംസ്ഥാന സർക്കാരിനെയും വിജിലൻസിനെയും അറിയിക്കുകയുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ ഈ പരിശോധന വിജിലൻസ് നടത്തിയത്. 50 സെൻറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വസ്തു തരം മാറ്റുമ്പോൾ 10% ജലസംരക്ഷണത്തിനായി നീക്കി വെക്കണമെന്നും 2017 ശേഷം രജിസ്റ്റർ ചെയ്ത ഭൂമി തരം മാറ്റത്തിന് പരിഗണിക്കാൻ പാടില്ലെന്നുമാണ് നിലവിലുള്ള വ്യവസ്ഥ. എന്നാൽ ഏജൻറ്റുമാർ വഴി സമർപ്പിക്കുന്ന അപേക്ഷകളിലെല്ലാം തന്നെ ഈ വ്യവസ്ഥകളെല്ലാം അട്ടിമറിക്കപ്പെട്ടതായി ഇപ്പോഴും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടു മുമ്പും വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഇതെല്ലാം കണ്ടെത്തിയതാണ്. പക്ഷേ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു രീതിയായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് തുടർന്നു കൊണ്ടുവന്നത്. അതിൽ സർക്കാർ നടത്തിയ ഒരു നിയന്ത്രണങ്ങളും അതേ തലത്തിൽ പാലിക്കപ്പെട്ടില്ല എന്നുള്ളത് ഇപ്പോൾ വീണ്ടും പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. ഭൂമി തരം മാറ്റം കാരണം സമീപത്തെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്ക് തടസ്സപ്പെടുന്നുണ്ടോ എന്നും പ്രാദേശിക നിരീക്ഷണ സമിതി
പരിശോധിക്കേണ്ടതുണ്ടെങ്കിലും അതുപോലും നടത്തുന്നില്ല എന്നുള്ളതും ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാല സമയങ്ങളിൽ വ്യാപകമായി തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്നൊരു സ്ഥിതിയും ഉണ്ടായി. 25 സെൻറ്റിന് താഴെ വിസ്തീർണമുള്ള വസ്തുവിൻ്റെ തരം മാറ്റം സൗജന്യമാണ് എന്നുള്ള സർക്കാരിൻ്റെ വ്യവസ്ഥകളിൽ ചില സ്ഥലങ്ങളിൽ വസ്തു 25 സെൻറ്റിന് താഴെയാക്കി പ്രമാണം ചെയ്തതിന് ശേഷം തരം മാറ്റത്തിനായി അപേക്ഷ നൽകുന്ന രീതിയും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ പറഞ്ഞ റവന്യൂ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വ്യാപകമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെ അനധികൃതമായി ഈ ഇടപെടലുകൾ നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഘടകം എന്താണെന്ന് ഞങ്ങൾ പറയാതെ നിങ്ങൾക്കറിയുകയും ചെയ്യാം. ഒരു ഏജൻറ്റ് തന്നെ അയാളുടെ പേരിൽ 700-ൽ പരം അപേക്ഷകൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ വിജിലൻസിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് മാത്രം മതി ഒരു ഏജൻറ്റ് തന്നെ ആളുകളിൽ നിന്നും ഇത്തരത്തിലുള്ള പണം കൈക്കലാക്കിക്കൊണ്ട് അവർക്കു വേണ്ടിയുള്ള വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ഭൂമി തരം മാറ്റി കൊടുക്കപ്പെടും എന്ന ബാനറുകളും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകളും കാണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ കേരളത്തിലുടനീളം കുറേ നാളുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ഇപ്പോഴും പല സ്ഥലത്തും ആ ബാനറുകൾ നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഗൗരവമായി എടുക്കാനോ അതിനെ ആ ഗൗരവത്തോടു കൂടി സമീപിക്കാനോ അധികൃതർ തയ്യാറാകാത്തതിൻ്റെ തുടർച്ച എന്നുള്ളതാണ് ഈ ക്രമക്കേടുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും വിജിലൻസ് ഈ കണ്ടെത്തലുകളുടെ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെങ്കിലും തുടർന്ന് എന്ത് നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.